നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ഹാരിസ് നെന്മാറ, ജസീം. ഈ ഒരു മത്സരം എന്ന് പറയുമ്പോൾ ഇത്രയും ഏകപക്ഷീയമായ ഒരു സെമി ഫൈനൽ ഈ അടുത്ത കാലത്തൊന്നും ഈ T20 ലോകകപ്പുകളിലോ അല്ലെങ്കിൽ മറ്റ് ലോകകപ്പുകളിലോ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. 12.5 ഓവറിൽ സൗത്ത് ആഫ്രിക്ക ഉയർത്തിയ ലക്ഷ്യം ന്യൂസിലാൻഡ് അടിച്ചെടുത്തു. അതും ഫിൻ അലൻ്റെ 33 പന്തുകളിൽ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് സെഞ്ചുറി നമ്മൾ ഈ മത്സരത്തിൽ കാണുകയുണ്ടായി. ഹാരിസ്, ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇത്രയും ഏകപക്ഷീയ ഒരു മത്സരം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കണക്കുകൾ മുഴുവൻ പ്രഡിക്ഷൻസിന് മുഴുവൻ അപ്രസക്തമായി കളഞ്ഞൊരു മത്സരമാണിത്. എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെൻറ്റിൽ ഇതുവരെയുള്ള മത്സരങ്ങളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്ക ചോദ്യം ചെയ്യാത്ത വിധം ഹോട്ട് ഫേവറേറ്റുകളായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലാൻഡും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടിയ സമയത്ത് ദക്ഷിണാഫ്രിക്ക അവിടെ വിജയിക്കുന്നു. ഹോട്ട് ഫേവറേറ്റുകളായി ഇന്ത്യയെ അവർ സൂപ്പർ 8 പരാജയപ്പെടുന്നുണ്ട്. ന്യൂസിലാൻഡ് കഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഗ്രൂപ്പ് റൗണ്ടിൽ ഒരു മത്സരം തോൽക്കുന്നുണ്ട്. സൂപ്പർ 8 അവർ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെടുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒരു മത്സരം വാഷ് ഔട്ട് ചെയ്തപ്പോൾ പാകിസ്ഥാന്റെ മത്സര ഫലം കാത്തു നിന്നവരാണ് റൺ റേറ്റിന് വേണ്ടി സെമിയിൽ കടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ടീം ടൂർണമെന്റിലെ ഏറ്റവും ഹോട്ട് ഫേവറേറ്റുകളെ സൗത്ത് ആഫ്രിക്കയെ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്ത് കളയുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ടാക്ടിക്സിൽ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞത് സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു ഫൈനൽ വരുമെന്നാണ്. അതായത് പ്രഡിക്ഷൻസിനെ മുഴുവൻ അപ്രസക്തമാക്കി കളഞ്ഞൊരു മത്സരം. അതെ, തീർച്ചയായും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്ക്, സൗത്ത് ആഫ്രിക്കയുടെ ലൈനപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വെൽ ബാലൻസ്ഡ് ആയ ഒരു ലൈനപ്പ്. എന്ന് പറഞ്ഞാൽ മാർക്കം മുതൽ കോർബിൻ ബോഷ് വരെ നീണ്ട് വരന്ന് കിടക്കുന്ന അവരുടെ ബാറ്റിംഗ് ലൈനപ്പ്. ലുങ്കി എങ്കിഡി, കോർബിൻ ബോഷ്, മാർക്കോ യാൻസൺ, കഗീസോ റബാഡ, അങ്ങനെ തുടങ്ങിയിട്ട് കേശവ് മഹാരാജ് ഒക്കെ തുടങ്ങിയ വലിയൊരു എന്ന് പറഞ്ഞാൽ ഇവർ ഗ്രൂപ്പ് റൗണ്ട് മുതൽ സൂപ്പർ 8 മുഴുവൻ പ്രകടനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ വെൽ പെർഫോംഡ് ആയ ഒരു ടീമിനെ ഒരൊറ്റ ടോസ് കൊണ്ടാണ് ശരിക്കും കിവീസ് അപ്രസക്തമായി കളഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ ടോസ് നേടി ഉടൻ തന്നെ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുന്നു. അവിടെ തന്നെ അവരുടെ പല പ്ലാനുകളുണ്ട്. ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ അവരുടെ ട്രംപ് കാർഡായിരുന്നു കോൾ മെക്കൻകി. ഒറ്റ ഓവറാണ് കൊടുത്തത്. ആ ഓവറിൽ റിയാൻ റിക്കിൾട്ടനെയും ഡീകോക്കിനെയും പുറത്താക്കിയത് ആ ഓഫ് സ്പിന്നറാണ്. ആലോചിച്ചിട്ട് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ഇന്ത്യ സൗത്ത് ആഫ്രിക്കത്തിൽ കളിക്കുന്ന സമയത്ത് ഈ റിയാൻ റിക്കിൾട്ടനെയും ഡീകോക്കിനെയും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അക്ഷർ പട്ടേലിനെ പുറത്തിരുത്തിയിട്ട് വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ടുവന്നത്. അന്ന് ജസ്പ്രീത് ബുംറ വിക്കറ്റ് എടുത്തിട്ട് വാഷിംഗ്ടൺ സുന്ദറിനെ ഉപയോഗിക്കാൻ പറ്റാത്ത ടീമാണ് നമ്മൾ. അവരൊരൊറ്റ ഓവറിൽ റിയാൻ റിക്കിൾട്ടനെയും ഡീകോക്കിനെയും വീഴ്ത്തുന്നു. ഒരു 15 ഓവർ വരെയൊക്കെ 7 റൺ റേറ്റ്. എന്നിട്ട് അവസാനം ആ യാൻസൺ അടിച്ചതും ഇടയ്ക്ക് ബ്രവീസ് അടിച്ച ആ റൺസും കൊണ്ടാണ്. എന്നിട്ട് 170 റൺസ് അവർ സ്കോർ ചെയ്യുന്നുണ്ട്. യാൻസൺ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ മൊത്തത്തിൽ അവർ പാളിപ്പോകുമോ, 120 താഴെ ആയി പോകുമോ എന്നൊക്കെ തോന്നിച്ചൊരു ഘട്ടത്തിലാണ് ആ നീഷാമിൻ്റെ ഓവറിൽ 3 6ഉം 2 4 അടിച്ചിട്ട് കളിയാകെ 170 കൊണ്ടുവരുന്നത്. അപ്പോഴും നമുക്ക് സൗത്ത് ആഫ്രിക്കക്ക് നമ്മളൊരു വിജയപ്രതീക്ഷ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. കാരണം അവരുടെ ബോളിംഗ് ലൈനപ്പ് അത്രയും അപകടകരമായ ലൈനപ്പാണ്. പ്രത്യേകിച്ച് ലുങ്കി എങ്കടി ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും കുറഞ്ഞ റൺ റേറ്റിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. മാർക്കോ യാൻസൺ. അതുപോലെ തന്നെ 12 വിക്കറ്റ് അദ്ദേഹത്തിനുണ്ട്. യാൻസന് 11 വിക്കറ്റ് ഉണ്ട്. കേശവ് മഹാരാജ് ഉണ്ട്. അപ്പുറത്ത് കഗീസോ റബാഡ ഉണ്ട്. ഇന്നത്തെ മത്സരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യാൻസൺ 18 എക്കോണമി, കോർബിൻ ബോഷിൻ്റെ എക്കോണമി 17. ലുങ്കി എങ്കിടിയും കേശവ് മഹാരാജും 11 എക്കോണമി. 10 താഴെ എക്കോണമിയിൽ പന്തെറിഞ്ഞിട്ടുള്ളത് ആകെ കഗീസോ റബാഡ മാത്രമാണ്. റബാഡ ഈ ടൂർണമെൻറ്റിൽ അത്രയ്ക്ക് വെൽ പെർഫോമഡ് ആണെന്നും പറയാൻ സാധിക്കില്ല. എടുത്തു പറയേണ്ടത് ഫിൻലൻഡിൻ്റെയും സീഫേർട്ടിൻ്റെയും തുടക്കം തന്നെയാണ്. ഈ ടൂർണമെൻറ്റിൽ ന്യൂസിലൻഡ് ജയിച്ച മത്സരങ്ങളിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുള്ളത് അവരുടെ ഓപ്പണർമാരെ കരുതിയിരിക്കണമെന്നാണ്. ഇന്നത്തെ മത്സരം സ്ട്രൈക്ക് റേറ്റ് ആണ് 303 സ്ട്രൈക്ക് റേറ്റ്. ഒന്ന് ആലോചിച്ച് വെക്കുക, 303 സ്ട്രൈക്ക് റേറ്റിൽ ഇതേ 33 പന്തിൽ 58 റൺസാണ് സീഫേർട്ട് എടുത്തിരിക്കുന്നത്. അതായത് നേർപകുതി സ്ട്രൈക്ക് റേറ്റ്, 175 സ്ട്രൈക്ക് റേറ്റ്. അവിടെ ക്രിസ് ഗെയിലിൻ്റെ റെക്കോർഡ് തകർന്ന് തരിപ്പണമാകുന്നു. റെക്കോർഡുകൾ പലതും തകർന്ന് തരിപ്പണമാകുന്നു. സാന്നറിനെ നോക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട ബോളിംഗ് ഓപ്ഷൻസിൽ ഒന്നാണ്. പ്രത്യേകിച്ച് കൊൽക്കത്തയിലെ പിച്ചിൽ സ്പിന്നിന് അനുകൂലമായ പിച്ചാണ് എന്ന് പറയുന്നിടത്ത് സാന്നർ എപ്പോഴും ദക്ഷിണാഫ്രിക്കെതിരെ അത്ര റെക്കോർഡൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ദക്ഷിണാഫ്രിക്കെതിരെ 8 മുകളിലാണ് അദ്ദേഹത്തിൻ്റെ എക്കോണമി. അദ്ദേഹത്തിന് ഫുൾ മെമ്പർ നേഷൻസിൽ സാന്നറിന് സൗത്ത് ആഫ്രിക്കെതിരെ എപ്പോഴും പരാജയപ്പെടുന്ന ഒരു സമയത്ത് ഇന്ന് അദ്ദേഹത്തിൻ്റെ എക്കോണമി 6. അപ്പോൾ ആകെ ആ നീശാം കൊടുത്തൊരു റൺസ് ഓടിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോളിംഗ് തന്ത്രങ്ങളൊക്കെ വിജയിക്കുന്നു. എല്ലാ ബോളർമാരും നന്നായി പെർഫോം ചെയ്യുന്നു. സോ അപ്പോൾ ഇനി പ്രഡിക്ഷൻ സാധ്യമല്ല. നാളെ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലാണ്. ഇംഗ്ലണ്ട് ഇതുപോലെയാണ് പെർഫോം ചെയ്ത് വന്നത്. നാളത്തെ മത്സരത്തെക്കുറിച്ച് നമുക്ക് പ്രഡിക്ഷൻ സാധ്യമേ അല്ല എന്നുള്ളതാണ്. ഇതിൽ വളരെ രസകരമായ ഒരു കാര്യം, ഈ കോളിൽ മക്കോഞ്ചെ അദ്ദേഹം ഒറ്റ ഓവർ എറിഞ്ഞിട്ടുണ്ട്. ആ ഓവർ 2 വിക്കറ്റ് നേടി. പിന്നെ അദ്ദേഹത്തിന് ബോൾ കൊടുത്തിട്ടില്ല. നീഷമിന് പക്ഷേ അടികെട്ടിയിരുന്ന നീഷമിന് 3 ഓവർ കൊടുക്കുകയും ചെയ്തു.
അതായത് പിന്നെ ഒരുപക്ഷെ അത് തിരിച്ചടിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമായിരുന്നു. എങ്കിൽ കൂടി ന്യൂസിലാൻഡ് അത് ഫിൻ അലൻ്റെയും സൈഫർട്ടിൻ്റെയും ഇന്നിങ്സോട് കൂടി അത് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പം ഈ കളിയിലേക്ക് വരുമ്പോൾ രണ്ട് ക്യാപ്റ്റന്മാരുടെ മത്സരം എന്ന രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നത്. ഒന്ന് ഐഡൻ മാർക്രം, അദ്ദേഹം വേൾഡ് ക്രിക്കറ്റിലെ ഏറ്റവും നല്ല T20 ക്യാപ്റ്റന്മാരിൽ ഒരാളാണ്. അതുപോലെ ഈ സാന്നർ എന്ന് പറയുമ്പോൾ കെയ്ൻ വില്യംസിൻ്റെ പിൻഗാമിയാകാൻ എന്തുകൊണ്ടും താൻ പിന്നെ ഓക്കെ ആണെന്ന് തെളിയിച്ച ഒരു T20 ക്യാപ്റ്റനാണ്. രണ്ട് ക്യാപ്റ്റന്മാരുടെ തന്ത്രങ്ങളായിരുന്നു. ഇതിൽ ഏറ്റവും രസകരമായ ഈ തന്ത്രം എന്നുള്ളത് ഈ കോൾ മക്കോൻചെ ഒരു ഓവറിൽ 9 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുത്ത് അദ്ദേഹത്തിന് പിന്നീട് ഓവറേ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ടാക്ടിക്കൽ തീരുമാനങ്ങൾ ഈ മത്സരത്തിലുണ്ടായിരുന്നു. ആ തീരുമാനങ്ങളൊക്കെ എങ്ങനെ കാണുന്നു? എന്നാലും ഇന്നത്തെ ഒരു മത്സരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ആ സെഞ്ചുറിയുടെ ഒരു നേട്ടം എന്ന് പറഞ്ഞു, അത് ഗംഭീരമായിട്ടുള്ളൊരു നേട്ടമാണെങ്കിൽ പോലും ഇന്ന് ആ ഒരു കളിയോട് കൂടി തന്നെ ഒരു കൗതുകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ ലോകകപ്പിൽ 2024 ലോകകപ്പിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയായിരുന്നല്ലോ മത്സരിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ ഈ സ്കോർ എന്ന് പറയുന്നത് ഇതേ ഒരു സ്കോറിലായിരുന്നു. അന്ന് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആയിരുന്നെങ്കിലും രണ്ടാമത് ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക അന്നെടുത്ത റൺസും വിക്കറ്റും എങ്ങനെയാണോ അതേ ഒരു പൊസിഷനാണ് ഇന്നും ഉണ്ടായത് എന്നുള്ളതാണ്. 169, 8 വിക്കറ്റിന് 169 എന്നുള്ള ആ ഒരു സ്കോർ അന്നും അതേ ഒരു ലെവലായിരുന്നു. അതായത് അന്ന് പിന്നെ ഇവർ തോൽക്കുന്നു, ദക്ഷിണാഫ്രിക്ക തോൽക്കുന്നു. ഇന്ന് സെമിയിലാണ് ആ തോൽവി എന്നുള്ളതാണ് ഒരു കൗതുകരമായ സ്കോർ എന്നുള്ളതാണ്. കാരണം 169-8 ഇന്നും അതേ 169-8 എന്നുള്ള ആ ഒരു സ്കോർ എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ കളിയെ സംബന്ധിച്ചിടപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ എത്രത്തോളം നന്നായി കളിച്ചാലും ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് റൗണ്ടിൽ അവർ വരികയാണെങ്കിൽ 4 എല്ലാ കളിയും ജയിക്കുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ അതായത് സൂപ്പർ 8 വരുമ്പോൾ 3 കളിയും ജയിക്കുന്നു. ഒരു ഘട്ടത്തിലും അവർക്കൊരു തകർച്ചയില്ല, പതർച്ചയില്ല. ആ ഘട്ടത്തിൽ വരുന്നു. പിന്നീട് ഈ വരുന്ന ന്യൂസിലാൻഡിനെ കൊണ്ട് അവർ ആ വന്ന കളിച്ച കളിയെല്ലാം മറന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ എങ്ങനെയാണ് ഇന്ന് നമ്മൾ കളി അത്ഭുതത്തോടു കൂടി അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കിപ്പോവാണ്. കാരണം അവരുടെ ഒരു സ്കോർ ഇന്നിപ്പോൾ അവർ ടോസ് നഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ ബാറ്റിങ്ങിന് ഇറങ്ങുന്നത് എന്നുള്ള. പക്ഷേ ഈഡൻ ഗാർഡൻസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു വെടിക്കെട്ട് ഒരു കളി ഉണ്ടാകും, അവരുടെ ബാറ്റിംഗ് നന്നായി വെടിക്കെട്ടായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെ നമുക്ക് കാണുന്നു. പക്ഷേ പവർ പ്ലേയിൽ അവർക്ക് ഒരു ഘട്ടത്തിലും അവർക്കൊരു മെജോറിറ്റി കിട്ടുന്നില്ല. ഒരു 10 ഓവറൊക്കെ കഴിയുമ്പോഴേക്കും അവരുടെ 5 വിക്കറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പോകുമ്പോൾ പിന്നീട് അവിടെ ഒരു രക്ഷകരായി വരുന്നത് മാർക്കോ യാൻസനാണ്. അതുപോലെ സ്റ്റെപ്സ് ഉൾപ്പെടെ ഇവരുടെ ഒരു കൂട്ടുകെട്ടാണ് പിന്നീട് അവർക്കൊരു സ്കോർ മികച്ച രീതിയിൽ കൊടുക്കുന്നത്. ഈ യാൻസൻ്റെ ഒരു 55 റൺസ് അതാണ് ശരിക്കും അവരെ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിക്കുന്നത്. കാരണം അവരെ അറിയാലോ, അപ്പോൾ തകർച്ചയിൽ നിന്ന് വരുന്നു, അവരെ കൃത്യമായിട്ട് ഒരു ഘട്ടത്തിൽ തകർന്നുകൊണ്ടിരുന്ന ടീമിനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതുണ്ട്. പക്ഷേ ഈ പറഞ്ഞ യാൻസൺ തന്നെയാണ് ഏറ്റവും കൂടുതൽ റൺസ് വിട്ട് വഴങ്ങിയതും എന്നുള്ളൊരു സങ്കടകരമായ ഒരു കാര്യം കൂടി നമ്മൾ കണ്ടു. അവസാനത്തെ ഓവർ ഫിനാലിൽ സെഞ്ചുറി അടിക്കുന്നത് അവസാന ഓവറിൽ മാത്രം വിട്ടുകൊടുത്തത് 20 റൺസാണ്. ആദ്യത്തെ ബോൾ 4, പിന്നെ 6, വീണ്ടും ഒരു 4, പിന്നെ ഒരു 6. ഈ ഒരു 6 കൂടി ഫിനാലിൻ ഒരു സെഞ്ചുറി ജയിക്കുന്നു. അപ്പോൾ അതെ അവസാന ഓവറിൽ മീൻസ് ഇന്നത്തെ കളിയുടെ ലാസ്റ്റ് ഓവർ അതായത് അങ്ങനെയുള്ള പറയുന്നത് ശരിയാണ്. 43 പന്ത് അതാണ് ഡിഫറൻസ് നോക്കൂ. ഒരു ആ ടീമിൻ്റെ ഒരു അവസ്ഥയാണ് ആലോചിക്കുന്നത്. അപ്പോൾ വമ്പൻ ടീമിനെ അതായത് ഈ ലോകകപ്പിൽ ഏറ്റവും നല്ല പെർഫോം നടത്തിയ നേരത്തെ ഹാരിസ് പറഞ്ഞ പോലെ ഇന്ത്യയെ പോലും ടൂർണമെൻറ്റിലെ ഫേവറേറ്റായ ഇന്ത്യയെ പോലും തകർത്തുകൊണ്ടാണ് അവർ സൂപ്പർ 8 എന്ന് കടന്നു വരുന്നത്. ആ ടീം ഇന്ന് കളി മറക്കുന്ന സർവ്വരംഗത്തും കളി മറക്കുന്നൊരു കാഴ്ച കൂടി കണ്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പിൽ 5 പ്രാവശ്യം ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ട്. ഇതിൽ 5 പ്രാവശ്യം സൗത്ത് ആഫ്രിക്കയാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ന്യൂസിലാൻഡ് സംബന്ധിച്ചിടത്തോളം 6ാമത്തെ പ്രാവശ്യം അവരെ കടന്നു. അതായത് നമ്മൾ ചില ദിവസങ്ങളുടെ ആ ദിവസം ഏറ്റവും നന്നായിട്ട് കളിച്ചവർ ജയിക്കുന്നു എന്നുള്ളത് പലപ്പോഴും ഒരു തത്വചിന്താപരമായ കാര്യമായിരിക്കും. ഇപ്പോൾ ഫുട്ബോളിലാണെങ്കിലും ചിലപ്പോൾ ചാമ്പ്യന്മാർ പരാജയപ്പെടുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഫുട്ബോൾ ലോകകപ്പിൽ തന്നെ അർജന്റീന സൗദി അറേബ്യയോട് തോറ്റ മത്സരം കണ്ടിട്ടുണ്ട്. അന്ന് സൗദി ആയിരുന്നു ആ ദിവസത്തിൻ്റെ രാജാക്കന്മാർ. അതേപോലെ തന്നെ ഇന്ന് ന്യൂസിലാൻഡ് സംബന്ധിച്ചിടത്തോളം 6ാമത് അവർ ഈ T20 ലോകകപ്പിൽ ഈ സൗത്ത് ആഫ്രിക്കയോട് ഏറ്റുമുട്ടിയപ്പോൾ ആ ദിവസം അവരുടേതായി മാറുന്നു. ഫിൻ അലെന്നുള്ള താരം അങ്ങ് അടിച്ചു പൊളിക്കുന്നു എന്ന രീതിയിൽ ദിവസമാണ്. പക്ഷെ വേറെ ടാക്ടിക്കലായിട്ട് എനിക്ക് തോന്നിയൊരു വലിയൊരു മിസ്റ്റേക്ക് എന്നുള്ളത് കേശവ് മഹാരാജിനെ പോലൊരു സ്പിന്നറെ വെച്ചിട്ട് അവർക്ക് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യിക്കാമായിരുന്നു. കാരണം അപ്പുറത്ത് 2 റൈറ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ഉണ്ട്. കേശവ് മഹാരാജിന് വിക്കറ്റ് എടുക്കാനുള്ള എബിലിറ്റി ഉള്ളൊരു ഈ ബോളറാണ്. അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് അവർ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. പിന്നെ ഫിൻ അലനെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ബ്ലാസ്റ്റ് ഇന്നിങ്സ് കൊണ്ട് വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ MLS
19 സിക്സുകൾ അടിച്ച ഒരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം 2025 അങ്ങനെ 19 സിക്സുകൾ ഒരു ഇന്നിങ്സിൽ അടിച്ചുകൂട്ടിയ നമ്മളിപ്പോൾ അഭിഷേക് ശർമ്മയുടെ ഈ ഹിറ്റിംഗ് എബിലിറ്റിയെക്കുറിച്ച് പറയാറുണ്ട്. ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം മാർട്ടിൻ കപ്റ്റിലിന് ശേഷം കണ്ട ഏറ്റവും മികച്ച സിക്സ് ഹിറ്റിംഗ് എബിലിറ്റി ഉള്ള ഒരു ബാറ്ററാണ് ഫിൻ അലൻ. അദ്ദേഹം ഒരു 2021 കാലഘട്ടത്തിലാണ് ഫസ്റ്റ് ബംഗ്ലാദേശിനെതിരെയുള്ള ഒരു സീരീസിലായിരുന്നു അദ്ദേഹം വന്നത്. ഫസ്റ്റ് മത്സരത്തിൽ ഡക്കിന് പുറത്താവുന്നു, രണ്ടാമത്തെ മത്സരത്തിൽ 17 റൺസ് എടുത്ത് പുറത്താവുന്നു, മൂന്നാമത്തെ മത്സരത്തിൽ അദ്ദേഹം 22 പന്തിൽ 72 റൺസ് എടുത്തുകൊണ്ട് ഞാൻ ഓക്കെ ആണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഇങ്ങനത്തെ ഇന്നിങ്സിന് പേര് കേട്ട ആളാണെന്നുള്ള നിലയിൽ അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വരവ് അറിയിച്ചത് ആ ഒരു 22 ബോൾ 71 ഇന്നിങ്സാണ്. പിന്നെ അദ്ദേഹം IPL RCBക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ മുമ്പൊരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോൾ എത്ര എടുത്തു കഴിഞ്ഞാലും എത്ര റൺസ് എടുത്തു കഴിഞ്ഞാലും ഒരു തൃപ്തിയില്ലായ്മ ബാറ്റർമാർക്ക് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം RCBക്ക് വേണ്ടി കളിക്കുമ്പോൾ AB ഡിവില്ലിയേഴ്സ് ഒരു മത്സരത്തിൽ മറ്റൊരു ടീമിനെതിരെ 33 പന്തിൽ 60+ റൺസ് എടുത്തു. അപ്പോൾ ABD അത് വളരെ മികച്ച ഹിറ്റിംഗ് ഇപ്പം ഫിൻ അലൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നെ ഈ പറയുകയാണ്, അതായത് ഞാൻ ABDയുടെ ഇന്നിങ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ABD 30 പന്തുകളിൽ 60+ റൺസ് എടുത്തു, വളരെ നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം ഔട്ടായി ഡഗ്ഔട്ടിലേക്ക് വന്ന സമയത്ത് ABDയുടെ മുഖത്ത് ഒട്ടും തൃപ്തി ഉണ്ടായിരുന്നില്ല. അതായത് ഇത് പോരാ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഞാൻ ഇതിലൊന്നും അടിച്ചാൽ പോരാ, പക്ഷെ നല്ല ബോളായിരുന്നു, ഒട്ടും സംതൃപ്തി ഇല്ലാത്തൊരു ABDയാണ് ഇന്നിങ്സിലേക്ക് കണ്ടത്. ഇന്ന് കുറച്ചുകൂടി സ്കോർ അപ്പുറത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഡബിൾ സെഞ്ചുറി അടിച്ചേനെ, അമ്മാതിരി പോകണം. അതെ അദ്ദേഹം പറഞ്ഞത് ആ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, നമ്മൾ അത്ര റൺസ് അടിച്ചിട്ടും അത് പോരാ എന്നുള്ളൊരു മെന്റാലിറ്റി കൃത്യമായിട്ടും ABDയിൽ നിന്നും സ്വാംശീകരിച്ച് അല്ലെങ്കിൽ അങ്ങനെ സ്വായത്തമാക്കിയിട്ടുള്ള അത് ABDയിൽ നിന്ന് കണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭിമുഖത്തിൽ ഫിൻ അലൻ പറയുന്നുണ്ട്. അപ്പം ഫിൻ അലൻ ശരിക്കും ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലാസ്റ്റ് ഇന്നിങ്സ് 33 പന്തിൽ സെഞ്ചുറി എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ ലോക ക്രിക്കറ്റിൽ അതും ഈ സെമി ഫൈനൽ പോലുള്ളൊരു നോക്കൗട്ട് ഘട്ടത്തിലാണ്. അത് കംപ്ലീറ്റ്ലി സൗത്ത് ആഫ്രിക്കയെ അങ്ങ് കൊന്നു കളഞ്ഞ ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു. അതൊരു ഈ രണ്ട് ടീമുകളുടെയും ഏറ്റവും വലിയ വ്യത്യാസം എന്നുള്ളത് ഇതേ പന്തുകളിൽ നിന്നും സേഫായിട്ട് എടുത്ത റൺസും ഇതേ പന്തുകളിൽ നിന്നും അദ്ദേഹം എടുത്ത റൺസുമാണ് ഡിഫറൻസ്. അതിൽ ഇന്നും മറ്റൊന്ന് എടുത്തോണ്ട് ഈഡൻ മാർക്രമിന്റെ ഫോമിനെ കുറിച്ചാണ്. ഈ ടൂർണമെന്റിൽ ശരിക്ക് പിന്നെ അവരുടെ ക്യാപ്റ്റൻ ആയിരുന്നു സൗത്ത് ആഫ്രിക്കയെ നയിച്ചിരുന്നത്. അദ്ദേഹം പിന്നെ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ അദ്ദേഹം ആദ്യം ഓവർ പന്തെടുക്കുന്നുണ്ട്. അതായത് നിർണായക ഘട്ടങ്ങളിൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക അധികം സ്പിൻ ഓപ്ഷൻസ് ഇല്ലല്ലോ. കേശവ മഹാരാജ് കഴിഞ്ഞാൽ അവരുടെ സ്പിൻ ഓപ്ഷൻസ് എന്നിട്ടും പിന്നെ അവർ പരീക്ഷിക്കുന്നത് ഈഡൻ മാർക്രമിനെയാണ് കൊണ്ടുവരാറുള്ളത്. ഇന്ത്യക്കെതിരായ മത്സരത്തിൽ അദ്ദേഹം പവർ പ്ലേയിൽ തന്നെ വരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ റൺസ് 175 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ടൂർണമെന്റിൽ മൊത്തത്തിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഓപ്പണർ അദ്ദേഹമായിരിക്കണം. ഒരു 300 റൺസിന് സംതിങ് റൺസാണ് അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്നത്. പക്ഷേ നിർണായക ഘട്ടത്തിൽ ഇന്ന് 20 പന്തിൽ 18 എന്ന് പറഞ്ഞാൽ 100 താഴെയാണ് സ്ട്രൈക്ക് റേറ്റ്. അതായത് ശരിക്കും ന്യൂസിലാൻഡ് ബൗളർ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ടാക്ടിക്കലി വീഴ്ത്തിക്കളയുക എന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അല്ലെങ്കിൽ പിന്നെ മക്കൻകെ കൊണ്ടുവരുന്നു, ഒറ്റ ഓവറിൽ തന്നെ 2 തീർക്കുന്നു. പിന്നെ അവരുടെ ഡെപ്ത് ഇത്ര ആയതുകൊണ്ട് 8ാമൻ വരെ ബാറ്റർ ആയതുകൊണ്ടായിരിക്കണം. യാൻസൺ നല്ല ഹൈറ്റുള്ള മനുഷ്യനാണ്, അവസാനമൊക്കെ പേസേഴ്സിനെ നല്ല അടിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ സ്കോർ വന്നത്. പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് ഡെപ്ത് കൊണ്ട് മാത്രമാണ് ഇത്ര വലിയ സ്കോർ വന്നത് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ നേരത്തെ തന്നെ വീണ് പോകേണ്ടതാണ് അവർ. പക്ഷേ അവർ പവർ പ്ലേയിൽ മുതൽ തന്നെ ഏറെക്കുറെ 10 ഓവറിൽ തന്നെ പവർ പ്ലേ കഴിഞ്ഞപ്പോൾ തന്നെ ഏറെക്കുറെ കളി തീരുമാനമായിട്ടുണ്ട്. 12 ഓവറിൽ കളി തീർക്കുന്നു എന്നുള്ളതാണ്. സോ ഇന്ത്യയാണ് ഫൈനലിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് ധൈര്യസമയത്ത് ഇങ്ങനെ പറയാൻ സാധിക്കില്ല. ഒരൊറ്റ ദിവസത്തിലായിരിക്കും കളി തിരിയുക. ഇപ്പൊ ആർച്ചർ, സഞ്ജു സാംസൺ പോരാണ് മൊത്തത്തിൽ ക്രിക്കറ്റ് സർക്കിളുകളിൽ മുഴുവൻ ചർച്ച. എന്താണ് സംഭവിക്കുക നമുക്ക് പറയാൻ സാധിക്കില്ല. സോ നാളത്തെ കളിയെക്കുറിച്ച് ഇനി ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി അഥവാ പിന്നെ ഇന്ത്യ ഫൈനലിൽ കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ കിവീസ് ഉറപ്പായിട്ടും വലിയ വെല്ലുവിളിയായിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവർക്ക് ഇന്ത്യൻ കണ്ടീഷൻസ് നന്നായിട്ട് അറിയാം. ടോസ് ഭയങ്കര നിർണായകമാകും. ഇന്നത്തെ മത്സരത്തിലൊക്കെ വരുൺ ആരോൺ നമ്മൾ ആ കളിയാണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റ് കഴിഞ്ഞ ഉടൻ വരുൺ ആരോൺ ആ പിച്ചിൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടാണ് അദ്ദേഹം പറയുന്നത് ഡ്യൂ ഫാക്ടർ നിർണായകമാകും എന്ന്. ഒരു ചേസ് നമ്മൾ കൊൽക്കത്തയിൽ കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ അത് സഞ്ജു സാംസന്റെ ഒരു വലിയ വെടിക്കെട്ട് കണ്ടിട്ടേ ഉള്ളൂ. തൊട്ടടുത്ത പിന്നെ ദിവസങ്ങളിലൊന്നിൽ മറ്റൊരു ചേസ് നമ്മൾ കാണുന്നു. പിന്നെ ഡ്യൂ ഫാക്ടർ നിർണായകമാകുന്നു. പിന്നെ സോ ഇനി പ്രഡിക്ഷൻസ് സാധ്യമല്ല. ഫൈനൽ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് ഭയക്കേണ്ടി വരും. ഈ ഓപ്പണർ ഫൈനലിൽ എത്തണമെങ്കിൽ സെമി വിജയിക്കണം എന്നുള്ള ഒരു കടമ്പ കൂടി. ഈഡൻ ഗാർഡൻസിലെ രണ്ടാമത്തെ ഷോ നേരത്തെ പറഞ്ഞ ഹാരിസ് പറഞ്ഞ പോലെ തന്നെ 2 ഷോ സഞ്ജുവിന് ശേഷം ഒരു ഫിന്നാലിൻ്റെ ഒരു ഷോ കാണുന്നത്. ഈ ദക്ഷിണാഫ്രിക്ക സംബന്ധിച്ച് പറയുമ്പോഴേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മേജർ കിരീടങ്ങളില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാത്രമാണ് ഇപ്പോൾ ഈ അടുത്തുള്ള അവരുടെ കയ്യിലുള്ളത്. അതിനു മുമ്പ് ഒരു ചാമ്പ്യൻസ് ട്രോഫിയാണ്, അത് 1980s ഉള്ളതാണ്.
അതിനുശേഷം പിന്നീട് ഇവർക്കൊരു ഒരു മേജർ കിരീടങ്ങളില്ല. പലപ്പോഴും അടിപതറുന്നത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, അതെ. മീൻസ് അത് രണ്ടും പറഞ്ഞ ശേഷം അതോടൊപ്പം വനിതാ എടുത്ത് ടീമിൽ പറയാവുന്ന- ഒരു വേൾഡ് കിരീടം നേടിയിട്ടുണ്ട്. അതെ അതെ. പക്ഷെ പുരുഷ ടീമിനെ ഇപ്പോൾ നമ്മൾ എടുത്തു പറയാവുന്നപ്പോൾ കഴിഞ്ഞ വർഷം അത് നല്ല ഡൊമിനൻസിൽ വന്നതിന് ശേഷമാണ് അവർ ഈ പഠിക്കൽ അതാണ് ഈ കലം കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 2024 ഈ T20 ലോകകപ്പിലും അങ്ങനെയാണല്ലോ, ഇന്ത്യയോട് തോൽക്കുന്നതും അവസാനം ഒരു ഗതികെട്ടുകൊണ്ട് തോൽക്കുന്ന ഒരു അവസ്ഥ. അവരുടെ ടീമിൻ്റെ ഒരു ശാപം എന്ന് പറയുന്നത് തന്നെ അതാണെന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷം ശരിക്കും നമ്മൾ കരുതുന്നു ആ ഒരു നല്ല പെർഫോമൻസോട് കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും അവർ ചിലപ്പോൾ ഫൈനലിലെത്തും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷ പോലെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഒരു ഫൈനൽ വരുന്നൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ അവർ ഈ പഠിക്കൽ കലമുടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ വീണ്ടും പോകുന്നു എന്നുള്ളതും അവർക്ക് ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും ഒരു കിരീടത്തിന് വേണ്ടി. ഇപ്പോൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അല്ലാതെ ഇപ്പോൾ 2020 ലോകകപ്പ് പോലെയുള്ള ഇതേപോലെയുള്ള വെടിക്കെട്ട് കളികളൊക്കെ കളിച്ച് അവർ നല്ല രീതിയിൽ നല്ല ടീമുള്ള ഒരു സമയത്ത് പോലും നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് മുതലുള്ള നല്ല ക്യാപ്റ്റനും നല്ല കളിക്കാനായിട്ടുള്ള എവിടെയും ഉപയോഗിക്കാവുന്ന കളിക്കാരൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് ഇപ്പോഴും ഒരു കിരീടം നേടാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടോ നമ്മുടെ ഓടിയാണെങ്കിലും T20 ആണെങ്കിലും എന്ന് പറയുന്നത് 1980s മാത്രം. അതിനുശേഷം പിന്നീട് അവർക്ക് ഈ രീതിയിലുള്ള ട്രോഫികൾ ഇല്ല എന്നുള്ളതും അത് വീണ്ടും ആ ഒരു ശാപം തുടരുന്നു എന്നുള്ളതും ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ല, അങ്ങനെ ഒരു അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ഥിരത തന്നെ. പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ചിലപ്പം ഭാഗ്യം അവർക്ക് എതിരായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ആ ദിവസത്തെ പെർഫോമൻസ് എതിരായിട്ട് നിൽക്കുന്നു. ഇപ്പൊ അവർക്കെതിരെ മാത്രമാണ് നിൽക്കുന്നത്. അതാണ് 92 ആ ദിവസത്തിൽ മാത്രം വേണ്ടത്, ആ ദിവസം ഇല്ലാതാവുന്നു എന്നുള്ളത്. അതെ, 92 മഴ പെയ്തപ്പോൾ 1 ബോൾ 22 റൺസ് എന്ന ഇക്വേഷൻ ആയിട്ട് വരുന്നു. 2003 ഇതേപോലെ ആ മഴ വരുന്നതിന് തൊട്ട് മുമ്പ് ആ പന്തിൽ പിന്നെ 6 അടിച്ചിരുന്നെങ്കിൽ ആ ഒരു റണ്ണിന് എങ്ങനെയാണ് തോക്കുന്നത് ഷോൺ പോളോ ക്യാപ്റ്റനായ സമയത്ത്. പിന്നെയും 2024 ജയത്തിന്റെ വക്കിൽ വെച്ച് അത് 30 പന്തിൽ 30 റൺസ് അവസാന ഘട്ടത്തിൽ 7 റൺസിനും കണ്ടോ അങ്ങനെ. അതെ, ഇന്ത്യ ജയിക്കുന്നത് എന്താണ് ആ ടീമിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചിലർക്ക് ഭാഗ്യം ഉണ്ടാവില്ല. എത്ര ലോട്ടറി അടിച്ചാലും ഭാഗ്യം ഇല്ലാത്ത ആൾക്കാർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. ക്രിക്കറ്റ് ലോകം കണ്ട ഇതിഹാസങ്ങൾ പലരും മാറിയിരുന്നൊരു ടീമാണത് എന്ന് ആലോചിക്കണം. പിന്നെ ന്യൂസിലാൻഡ് ഒരിക്കലും എഴുത്തള്ളാൻ കഴിയില്ല കേട്ടോ. ന്യൂസിലാൻഡ് നോക്കുമ്പോൾ ഫൈനലിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പം ഇംഗ്ലണ്ടിൻ്റെയും ന്യൂസിലാൻഡിൻ്റെയും ഈ ലോകകപ്പിലെ ജേണി ഏതാണ്ട് സമാനമാണ്. ഇംഗ്ലണ്ടും ഇതേപോലെ കിതച്ചും വിറച്ചൊക്കെ തന്നെയാണ് ഈ പിന്നെ സെമിയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ സെമി എന്നുള്ളൊരു ഘട്ടത്തിൽ ന്യൂസിലാൻഡ് അവരുടെ വിശ്വരൂപം കാണിക്കുന്നു. സൗത്ത് ആഫ്രിക്കയെ പോലുള്ള ജയൻസിനെ, ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഡൊമിനേറ്റ് ചെയ്തൊരു ടീമിനെ പരാജയപ്പെടുത്തുന്നു. അതേസമയം തന്നെ നമ്മൾ നാളത്തെ സെമിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പ്രവചനങ്ങളൊക്കെ അപ്രസക്തമാവുന്നൊരു സിറ്റുവേഷൻ പിന്നെ വരുമോ എന്നുള്ള കാര്യം ഞാൻ ഭയപ്പെടുന്നുണ്ട്. കാരണം ഇംഗ്ലണ്ടും ഇതേപോലെ തന്നെയാണ്. അത് ഇന്ന് ഫിൻ അലൻ അത് ഇതിന് മുമ്പുള്ള മത്സരങ്ങളിലൊക്കെ അദ്ദേഹം ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സുകൾ എത്ര കളിച്ചിട്ടുണ്ട് എന്നുള്ളത് നിർണായകമാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ദിവസമായിരുന്നു. ഇതേപോലെ ഞാൻ കഴിഞ്ഞ ടാക്ടിക്സിൽ പറഞ്ഞതുപോലെ നാളെ ജോസ് ബട്ട്ലറുടെ ദിനമായാൽ ഇന്ത്യ എന്താവും എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. ഒരിക്കൽ കൂടി സഞ്ജുവിന്റെ ദിവസമാകട്ടെ. ന്യൂസിലാൻഡ് പിന്നെ വളരെ ചെറിയ ടീമുകൾക്കെതിരെയൊക്കെ നന്നായി സ്കോർ വഴങ്ങുന്നതൊക്കെ കണ്ടിട്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഡൊമിനൻസിലല്ല അവർ ഇത്രയും കാലം വന്നിട്ടുള്ളത്. മാത്രമല്ല ഇന്ന് അവർ ഗ്ലെൻ ഫിലിപ്സ് പോലും ക്യാച്ച് ഡ്രോപ്പ് അത് മില്ലറുടെ അതേ ഓവറിൽ തന്നെ ഇപ്പൊ രച്ചിൻ രവീന്ദ്രന്റെ കാര്യം നമ്മൾ എടുത്തു പറയാൻ വിട്ടുവെന്ന് തോന്നുന്നു. മില്ലറുടെയും മാർക്കറുമിന്റെ വിക്കറ്റ് എടുത്ത് രച്ചിൻ രവീന്ദ്രൻ, അതുപോലെ തന്നെ മക്കൻകേയുടെ ഒരു ഓവറിൽ 2 വിക്കറ്റ്, നിർണായകമായ 4 വിക്കറ്റ് എടുക്കുന്ന സ്പിന്നർമാരാണെന്നുള്ളതാണ്. മില്ലറിന് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു. ഫിലിപ്സിനെ പോട്ടെ, അത് കയ്യിലേക്ക് വന്നൊരു ക്യാച്ച്, ഫിലിപ്സിനെ പറക്കുന്ന മനുഷ്യനാണ് നമ്മൾ പറയാറുള്ളത്. കയ്യിലേക്ക് വന്നൊരു ക്യാച്ച് അതേ ഓവറിൽ തന്നെയാണ് അവസാനത്തെ ബോളിൽ പോകുന്നത്. സോ അവർക്ക് പിന്നെ കിട്ടിയ അവസരങ്ങൾ പോലും യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു റിയാലിറ്റിയാണ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് വരാനിരിക്കുന്ന സെമി ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് സെമിയാണ്. ഇത് ഇന്ത്യക്കും ഒരു ഷോക്ക് എന്താ പറയുക, ഇന്ത്യക്കും ചിന്തിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യ കുറച്ചുകൂടി അവരുടെ പിഴവുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, പഴുതുകളൊക്കെ അടച്ചുകൊണ്ട് നാളെ സെമി ഫൈനലിൽ ആ ദിവസം തങ്ങളുടേതാകണം എന്ന രീതിയിൽ തന്നെ ഇറങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഈ ദിവസം ഫിൻ അലൻ്റെ ദിവസമായിരുന്നു. നാളെ ഒരുപക്ഷെ സഞ്ജുവിൻ്റെ ദിനമായിരിക്കട്ടെ, അല്ലെങ്കിൽ അഭിഷേക് ശർമ്മയുടെ ദിനമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു.